വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃക്കാക്കര വാമനമൂർത്തി ടെമ്പിളിലേക്ക് 650 മീറ്റർ ഡിസ്റ്റൻസും കുസാറ്റിലേക്ക് 700 മീറ്റർ ഡിസ്റ്റൻസും മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK വീടുമായിട്ടാണ്. 4 സെന്റ് 200 ലിങ്സ് സ്ഥലത്തെ 1800 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു 3 BHKയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എലിവേഷന് ഭംഗി കൂട്ടാനായി ടെക്സ്ചർ പെയിൻറ്റും ക്ലാഡിംഗ് ടൈലും സ്പോട്ട് ലൈറ്റും കൂടാതെ നാച്ചുറൽ ഗാർഡനും ചെയ്തിരുന്നു. 3.2 മീറ്ററാണ് ഈ വീടിൻ്റെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. റോഡിൽ ഇനി ഇൻ്റർലോക്ക് കട്ടകൾ വിരിക്കാനായിട്ടുണ്ട്. വളരെ മനോഹരമായി ക്ലാഡിംഗ് ടൈൽ കൊടുത്തു തന്നെയാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. 5 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. 2 ഭാഗത്തും സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 15 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. കാർ പാർക്കിങ്ങിലായിട്ട് തന്നിരിക്കുന്ന 2 പില്ലറും ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 2000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ കിഴക്ക് വശത്താണുള്ളത്. 8.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി കിണറും KW വാട്ടർ കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്, അതായത് നോർത്ത് സൈഡിൽ. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും ഒരു ടാപ്പ് പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണ്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത്. 3.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം ഇൻ്റർലോക്ക് ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ഫിൽറ്ററും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ഷീറ്റ് കൊണ്ട് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണ്, അതായത് സൗത്ത് സൈഡിൽ. 5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9.5 അടി നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സിറ്റ് ഔട്ടിൻ്റെ 2 ഭാഗങ്ങളായി നൽകിയിരിക്കുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു ഷൂ റാക്ക് വന്നിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോൾ കംപ്ലീറ്റ്ലി വുഡിലാണ് ചെയ്തിരിക്കുന്നത്, അതും തേക്കിൻ തടിയിൽ തന്നെ. ഈ ഒരു ഭാഗത്തായിട്ട് 3-4 ചെയർ ഇടാനുള്ള സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു മെയിൻ ഡോറിന് വളരെ നല്ലൊരു ഹാൻഡിൽ നൽകി വളരെ ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 9.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലിയൊരു 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ലിവിങ് സ്പേസിന് ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ചെറിയ അക്വേറിയം നൽകിയിട്ടുണ്ട്. അതിന് മുകളിലായി ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് നാച്ചുറൽ പ്ലാന്റ് വെക്കാനായി ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നു. ഇവിടെയായിട്ടാണ് വളരെ വിശാലമായ ആ ഡൈനിങ് സ്പേസ് വരുന്നത്. 15.5 അടി നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് വുഡിലാണ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഡക്ക സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഡൈനിങ് സ്പേസും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്.
ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നാച്ചുറൽ ലൈറ്റ് ഇവിടേക്ക് ലഭിക്കാനായിട്ട്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് വൈറ്റ് പെബിൾസ് ഒക്കെ കൊടുത്ത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ വന്നിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഇവിടെയായിട്ടൊരു പാനലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. 10 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഹുഡ് ഹോബും എല്ലാം ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നോർത്തിലേക്കൊരു ചെറിയ 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വുഡും വൈറ്റ് ഫിനിഷിങ്ങിലാണ് കബോർഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു കിച്ചണിനും ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഈ ഒരു മെയിൻ കിച്ചൺ കൂടാതെ ഇവിടെയായിട്ട് നമുക്ക് ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു സിങ്കും കൗണ്ടർ പോയിന്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും അടങ്ങിയതാണ് ഈ ഒരു സെക്കൻഡ് കിച്ചൺ. 10.5 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 12.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ഇവിടെയായിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിന് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായി തന്നെയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളും ഹാൻഡ് റെയിലും എല്ലാം തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 9.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ തന്നെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ പോകുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. 9.5 അടിയിലേറെ നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. ഈസ്റ്റിലേക്ക് വലിയൊരു 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ വീട്ടിൽ ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചസും വി ഗാർഡിൻ്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഫാമിലി ലിവിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ സ്റ്റെയറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫാമിലി ലിവിംഗ് സ്പേസ് വരുന്നത്. ഈ ഫാമിലി ലിവിങ്ങിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 13.5 അടിയോളം നീളവും 12.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ബെഡ്റൂമും സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം വെറ്റും ഡ്രൈയും ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബാത്റൂമിനും എസ്കോസ് ഫാനുള്ള പോർഷൻ നൽകിയിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 11.5 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയതാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്.
ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സോസ് ഫാനോട് ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 12 അടി നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബാൽക്കണിക്ക് സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് ഇറങ്ങാനുള്ള ചെറിയൊരു ഗേറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ധാരാളം നാച്ചുറൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 600 മീറ്ററും തൃക്കാക്കര വാമനമൂർത്തി ടെമ്പിളിലേക്ക് 650 മീറ്ററും കുസാറ്റിലേക്ക് 700 മീറ്ററും കാക്കനാടേക്ക് 3.2 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്റർ, കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് 2.4 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4.2 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 4 കിലോമീറ്റർ, കലൂരേക്ക് 7.6 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 2.9 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,40,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.